Redmi 10x സീരീസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. Redmi 10x സീരീസിൽ 3 ഫോണുകൾ വരുന്നുണ്ട്. Redmi 10x 4G, Redmi 10x 5G, പിന്നെ Redmi 10x Pro 5G. ഇതിൽ Redmi 10x 4G എന്ന ഫോൺ Redmi Note 9 എന്ന ഫോണിൻ്റെ റീബ്രാൻഡഡ് വെർഷനാണ്. ആ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ആ ഒരു ഫോണിനെ പറ്റിയിട്ട് പറയുന്നില്ല. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് Redmi 10x 5G അതുപോലെ തന്നെ Redmi 10x Pro 5G എന്നീ ഫോണുകളെ പറ്റിയിട്ടാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തുവരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഈ ഫോണുകളുടെ എടുത്തു പറയേണ്ട ഫീച്ചറായിട്ട് വരുന്നത് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും വില കുറഞ്ഞ 5G ഫോൺ Redmi 10x 5G ആണ് എന്നുള്ളത് മാത്രമല്ല, ഇതിനേക്കാളൊക്കെ കൂടിയ പ്രൈസ് റേഞ്ചിൽ വരുന്ന പല 5G ഫോണുകളിലും ലഭിക്കാത്ത ഫീച്ചേഴ്സ് ഈ ഫോണുകളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ Redmi 10x 5Gയും അതുപോലെ Redmi 10x Pro 5Gയും തമ്മിൽ ക്യാമറയിലും അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കാര്യത്തിലാണ് മെയിനായിട്ടുള്ള വ്യത്യാസം വരുന്നത്. ബാക്കി സ്പെസിഫിക്കേഷനൊക്കെ ഏകദേശം സെയിം ആയിട്ടാണ് വരുന്നത്. ഈ രണ്ട് ഫോണുകളിലും നമുക്ക് ഏകദേശം ഒരുപോലുള്ള ഡിസ്പ്ലേ തന്നെയാണ് ലഭിക്കുന്നത്. രണ്ട് ഫോണുകളും വരുന്നത് 6.57 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. എടുത്തു പറയേണ്ട കാര്യം രണ്ട് ഫോണുകളിലും AMOLED ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേയിൽ HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണുകളുടെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 800 nits ആണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി ഈ ഫോണുകളിൽ നമുക്ക് ലഭിക്കും. ഇപ്പോൾ വരുന്ന പല 5G ഫോണുകളിലും ഇതിനേക്കാൾ കൂടിയ പ്രൈസ് റേഞ്ചിൽ നമുക്ക് LCD ഡിസ്പ്ലേ മാത്രമേ ലഭിക്കുന്നുള്ളൂ. അത് വെച്ച് നോക്കുമ്പം ഈ ഫോണിൽ AMOLED ഡിസ്പ്ലേ ഉണ്ട് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഈ രണ്ട് ഫോണുകളിലും കൂടിയ റിഫ്രഷ് റേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഈ ഫോണുകളിൽ 180 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടച്ച് എക്സ്പീരിയൻസ് ഈ ഫോണുകളിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോണുകൾ വരുന്നത്. ഫോണുകളുടെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ DC ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ ഈ ഫോണുകളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. രണ്ട് ഫോണുകളുടെയും ഫ്രണ്ടിൽ Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറുമായിട്ടാണ് ഈ ഫോണുകൾ വരുന്നത്. ഈ ഫോണുകളുടെ ബാക്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ക്യാമറ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഈ ഫോണുകൾ വരുന്നത് IP53 റേറ്റിംഗുമായിട്ടാണ്. അതായത് ഈ ഫോണുകൾ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. സാധാരണ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണുകളിൽ കാണുന്ന ഫീച്ചറാണ് IP റേറ്റിംഗ് എന്നുള്ളത്. 17,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്നൊരു ഫോണിൽ IP റേറ്റിംഗ് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ പ്രോസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ mediatekൻ്റെ dimensity 820 എന്നുള്ള 5G പ്രോസസ്സറുമായിട്ടാണ് ഈ രണ്ട് ഫോണുകളും വരുന്നത്. 17,000 രൂപ പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് പ്രോസസ്സർ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് mediatekൻ്റെ dimensity 820. പിന്നെ Redmi 10x Pro വരുന്നത് ഏകദേശം 24,500 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിലും വളരെ നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് mediatekൻ്റെ dimensity 820. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഈ ഫോണുകളിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഡ്യുവൽ 5G സപ്പോർട്ടാണ് ഈ ഫോണുകളിൽ നമുക്ക് ലഭിക്കുന്നത്. അതായത് രണ്ട് സിമ്മിലും ഒരേ സമയം നമുക്ക് 5G യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വരുന്ന പല 5G ഫോണുകളിലും ഈ ഒരു ഫീച്ചർ നമുക്ക് ലഭിക്കുന്നില്ല. ഈ രണ്ട് ഫോണുകളിലും 8GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. പിന്നെ Redmi 10Xൽ 6GB റാമും 64GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ 6GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. Redmi 10x Proയിൽ നമുക്ക് 6GB റാമിൻ്റെ വെർഷൻ ലഭിക്കുന്നില്ല. UFS 2.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോണുകൾ വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ റൈറ്റ് ടർബോ എന്നുള്ള ഫീച്ചറും ഈ ഫോണുകളിൽ കൊടുത്തിട്ടുണ്ട്. ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ലിക്വിഡ് കൂളിംഗ് എന്നുള്ള ടെക്നോളജി ഈ ഫോണുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഗെയിമിംഗ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗെയിം ടർബോ 2.0 എന്നുള്ള ഫീച്ചറുമായിട്ടാണ് ഈ ഫോണുകൾ വരുന്നത്. ഈ ഫോണുകളുടെ പ്രോസസ്സറിൽ ബാറ്ററി എഫിഷ്യൻസി കൂട്ടാൻ സഹായിക്കുന്ന mediatek 5G Ultra Save എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ IR ബ്ലാസ്റ്ററുമായിട്ടാണ് ഈ രണ്ട് ഫോണുകളും വരുന്നത്. ഈ രണ്ട് ഫോണുകളിലും 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. Android 10 ബേസ് ചെയ്തിട്ടുള്ള MIUI 12 സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോണുകൾ വരുന്നത്. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഈ രണ്ട് ഫോണുകളുടെയും ക്യാമറകൾ തമ്മിൽ ചില വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. രണ്ട് ഫോണുകളുടെയും പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഫോണുകളിലും 48 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ രണ്ട് ഫോണുകളിലും 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. Redmi 10Xൽ മൂന്നാമത് 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും നാലാമത് 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസുമാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ Redmi 10x Proയിൽ നമുക്ക് മൂന്നാമത് 8 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ് ആണ് ലഭിക്കുന്നത്. ഇതിൽ OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 3x ഒപ്റ്റിക്കൽ സൂമും അതുപോലെ 30x ഡിജിറ്റൽ സൂമും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Redmi 10x Proയിൽ നാലാമത് 5 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ Redmi 10Xൽ ഫ്രണ്ടിൽ നമുക്ക് 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. Redmi 10x Proയിൽ നമുക്ക് ഫ്രണ്ടിൽ 20 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ ലഭിക്കുന്നുണ്ട്. പിന്നെ പ്രോ വെർഷനിൽ നമുക്ക് NFC എന്നുള്ള ഫീച്ചർ ലഭിക്കുന്നുണ്ട്. ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ 4520 mAhൻ്റെ ബാറ്ററിയുമായിട്ടാണ് ഈ രണ്ട് ഫോണുകളും വരുന്നത്. Redmi 10Xൽ 22.5 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Redmi 10x Proയിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. Type C ചാർജിങ് പോർട്ടുമായിട്ടാണ് ഈ രണ്ട് ഫോണുകളും വരുന്നത്. പിന്നെ ഈ ഫോണുകൾ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനയിലാണ് ഈ ഫോണുകൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്.
റെഡ്മി 10Xൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ വില വരുന്നത് ഏകദേശം 17,000 രൂപയും റെഡ്മി 10X പ്രോയുടെ ബേസ് വേരിയൻറ്റിൻ്റെ വില വരുന്നത് ഏകദേശം 24,500 രൂപയുമാണ്. പിന്നെ ഈ ഫോണുകൾ എന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഫീച്ചേഴ്സുമായിട്ട് തന്നെയാണ് രണ്ട് ഫോണുകളും വരുന്നത്. അതും വളരെ കുറഞ്ഞ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ. ഇപ്പം 20,000 രൂപയ്ക്ക് താഴെ വരുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫോൺ റെഡ്മി 10X ആയിരിക്കും. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസ് വേണ്ടവർക്ക് റെഡ്മി 10X Pro എന്ന ഫോൺ വരുന്നുണ്ട്. എന്തായാലും ഈ ഫോണുകളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.